തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDF 38.7% വോട്ടോടുകൂടി UDF ഒന്നാം സ്ഥാനത്തും 32.7% വോട്ടോടുകൂടി LDF രണ്ടാം സ്ഥാനത്തും വന്നു. പിന്നെ മറ്റു പാർട്ടികൾ ബാക്കി വോട്ടും അങ്ങനെ വന്നു. അപ്പൊ എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസക്തി? മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ വില്ലേജ് സ്വരാജ്, അതായത് ഗ്രാമ സ്വരാജ് എന്നതിന് നമുക്ക് പറയാം, വില്ലേജ് സ്വരാജ്, ഇതാണ് ആ ഗ്രന്ഥം, വില്ലേജ് സ്വരാജ് എന്ന ഗ്രന്ഥം. ഈ വില്ലേജ് സ്വരാജിലെ പേജ് 31 അദ്ദേഹം എന്താണ് വില്ലേജ് സ്വരാജ്, അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിൽ വില്ലേജ് സ്വരാജ് എന്താണെന്ന് പറയുന്നുണ്ട്. മൈ ഐഡിയ ഓഫ് വില്ലേജ് സ്വരാജ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് റിപ്പബ്ലിക് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ് for its own vital wants and yet interdependent for many others, in which dependence is a necessity. അതായത് അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് ഓരോ വില്ലേജ് സ്വരാജായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അവനവന്റെ ആവശ്യങ്ങൾക്ക്, ആ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനൊക്കെ വേണ്ടി. അതേ സമയത്ത് തന്നെ മറ്റ് വില്ലേജ് സ്വരാജുകളുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഭാഷ്യത്തില് ഒരു വില്ലേജ് സ്വരാജിന്, ഒരു രാഷ്ട്രത്തിന് എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തമാവുക അസാധ്യമാണ്. അതുകൊണ്ടാണ് മറ്റ് വില്ലേജ് സ്വരാജുകളുമായിട്ട്, മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് ഒക്കെ സഹകരണം വേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വില്ലേജ് സ്വരാജിന് വേണ്ടി നിലകൊണ്ട മഹാത്മാഗാന്ധി ഈ ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാം ഇത് മുഴുവനും അദ്ദേഹത്തിന്റെ ആ വില്ലേജ് സ്വരാജ്, എങ്ങനെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയെ കണ്ടെത്തുക എന്ന അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ പൂർണ്ണ അർത്ഥത്തിൽ നാം മനസ്സിലാക്കണമെങ്കിൽ ഈ വില്ലേജ് സ്വരാജ് നമ്മൾ പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. നമുക്ക് ഇപ്പോ ഈ രാഷ്ട്രീയക്കാർ ഉയർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ പോലും, ഇപ്പൊ ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതിൽ നിന്ന് എന്തിനാണ് മഹാത്മാഗാന്ധി എന്ന പേരെടുത്തു കളഞ്ഞത്? കാരണം ഈ ഗ്രന്ഥം വായിച്ചാല് ഇപ്പോൾ പറയുന്ന നമ്മുടെ ഭരണകൂടങ്ങൾ പറയുന്ന പല കാര്യങ്ങളും എന്താ പറയുക, നമ്മള് ചവച്ച് തുപ്പിക്കളയും. അത്ര ഹീനമായ തരത്തിലാണ്. ഉദാഹരണത്തിന് ഇതിലെ തന്നെ ഒരു വാചകം ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വായിക്കാം. ആ വാചകം എന്താണ്? ഇതിന്റെ ലാസ്റ്റ് പേജ് 250 പേജിലെ ഒരു സെന്റൻസ് ഞാൻ വായിക്കാം. ലെറ്റ് നോ വൺ കമ്മിറ്റ് ദ മിസ്റ്റേക്ക് ഓഫ് തിങ്കിങ് ദാറ്റ് രാമരാജ്യ മീൻസ് എ റൂൾ ഓഫ് ദ ഹിന്ദുസ്. മഹാത്മാഗാന്ധി പറയുന്നത് രാമരാജ്യ എന്ന് പറയുന്നത് റൂൾ ബൈ ഹിന്ദുസ് അല്ല, രാമൻ ദൈവമാണ്. ഇനി ബാക്കി ഭാഗത്ത് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പൊ റൂൾ ബൈ ഹിന്ദുസ് അല്ല. ഇന്നലെ തന്നെ നമ്മൾ മീഡിയയിൽ കണ്ടു, ക്രിസ്മസ് കാരൽ സർവീസ് നടത്തുന്നതിന് മുൻപില് ഇത് ഹിന്ദു രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തച്ചുടയ്ക്കുന്ന ഒരു മീഡിയ ചിത്രം, ആവിഷ്കാരം നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് ചിന്തിക്കുന്നവർ ധാരാളം ഉണ്ട് ഇപ്പോൾ. അവരെ കൊണ്ട്, അതായത് ശരിക്കും ഒരു ഹിന്ദു രാഷ്ട്രം ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മഹാത്മാഗാന്ധിയെ എടുത്തു കളഞ്ഞവരുടെ മനസ്സിലുള്ളത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ആഗ്രഹം നിലനിൽക്കില്ല. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇതൊരു ഡെമോക്രസിയാണ്. ഏത് തരത്തിലുള്ള ഡെമോക്രസിയാണ്? സെക്യുലർ ഡെമോക്രസിയാണ്. ആ സെക്യുലർ ഡെമോക്രസി എന്ന് അടിവരയിട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ഈ പറയപ്പെട്ട ഇത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നൊക്കെ ഒരു നാണവുമില്ലാതെ പറയുന്നവര്. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ മരണശേഷവും, അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് വില്ലേജ് സ്വരാജിന്, അതായത് ഈ പറയപ്പെട്ട ഗ്രാമങ്ങൾക്ക് സോവർണിറ്റി കൊടുക്കാൻ, അവരെ ഭരണത്തിൽ ഭാഗമാക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ തുടർച്ചയായിട്ട് പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഭരണകൂടങ്ങളുടെ ബേസിസിൽ അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തില്
ഏതൊക്കെ കമ്മിറ്റികൾ രൂപപ്പെട്ടു, ഏതൊക്കെ കമ്മിറ്റികൾ അതിനുവേണ്ടി സ്ഥാപിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒന്നാമത് ചെയ്തത് ദന്ത്വാല കമ്മിറ്റി 1978. അത് ബ്ലോക്ക് തല ആസൂത്രണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ് ആ കമ്മിറ്റി ചെയ്തത്. ഒരുപാട് കമ്മിറ്റികൾ അതിനു മുൻപുണ്ട്, ഞാൻ എല്ലാ കമ്മിറ്റികളുടെയും പേര് വിളിച്ചു പറയുന്നില്ല. CH ഹനുമന്തറാവു കമ്മിറ്റി 1984. അത് അധികാര വികേന്ദ്രീകരണത്തിൽ ജില്ലാതല ആസൂത്രണം ആവശ്യമാണ് എന്ന് തറപ്പിച്ചു പറയുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം GVK റാവു കമ്മിറ്റി 1985. അതിലും അധികാര വികേന്ദ്രീകരണത്തിനും ആസൂത്രണ പ്രക്രിയയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന കമ്മിറ്റിയായിരുന്നു. പിന്നെ PK തുങ്കൻ കമ്മിറ്റി 1988. അതും ഇതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണഘടനാപരമായി തന്നെ അംഗീകാരം ആവശ്യമാണെന്ന് നിർദ്ദേശിച്ചു. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 73ാം ഭരണഘടന ഭേദഗതി ക്കുള്ള അടിത്തറ ഉണ്ടാകുന്നത്. അതായത് PK തുങ്കൻ കമ്മിറ്റി 1988, 1988 PK തുങ്കൻ കമ്മിറ്റിയാണ് ഭരണഘടനയില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ടുവരുന്നതിന് നിർദ്ദേശിച്ചുള്ള ഭാഗം കൂട്ടിച്ചേർക്കണം എന്ന് ആവശ്യപ്പെടുകയും ആ നിർദ്ദേശം അനുസരിച്ചാണ് 73ാം ഭരണഘടന മാറ്റം കൊണ്ടുവരുന്നത്. അങ്ങനെ 73ാം ഭരണഘടനയിൽ അനുസരിച്ചാണ് അതിന്റെ കൂട്ടത്തിൽ നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരേണ്ടതിനും ഗ്രാമീണ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ എന്താ പറയുക വികസനം ഉറപ്പുവരുത്തുന്നതിനും, അതായത് വികസനം താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനും ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു ഡോക്ടർ BR അംബേദ്കറിനെ പോലെയുള്ളവര്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ആണ് ഈ കമ്മിറ്റി 73-74 ഭരണഘടന ഭേദഗതി ബിൽ 1993 പ്രാബല്യത്തിൽ വന്നു. അങ്ങനെ പഞ്ചായത്തി രാജ് നഗരപാലിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുകയാണ് ഉണ്ടായത്. 73ാം ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നതനുസരിച്ചാണ് ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരപഞ്ചായത്തുകൾ ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉടലെടുക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം, ഈ പുതിയ അടിസ്ഥാനമാക്കി എത്ര ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്, എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1995, 2025, 1995 ഈ പറയപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ഇലക്ഷൻ നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യം 1995 990 ഗ്രാമപഞ്ചായത്തുകള്, 152 ബ്ലോക്ക് പഞ്ചായത്തുകള്, 14 ജില്ലാ പഞ്ചായത്തുകൾ, 55 മുനിസിപ്പാലിറ്റികൾ, 3 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, ഇത്രയുമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനുശേഷം 2000-ലും 2005-ലും 2010-ലും 2015-ലും 20-ലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കുറേശ്ശെ. ഇപ്പൊ 2025 എത്തുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. 941, 1995 തുടങ്ങിയപ്പോൾ 990 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 941 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് അന്നും ഇന്നും 152 തന്നെ. ജില്ലാ പഞ്ചായത്ത് അന്നും ഇന്നും 14 തന്നെ. മുനിസിപ്പാലിറ്റി അന്ന് 55 ആണെങ്കിൽ ഇന്ന് 87 ആണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ അന്ന് 3 മാത്രമാണ്, ഇന്ന് 6 ആണ്. അപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ നാം ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ വാക്കുകളുടെ അർത്ഥം നാം ഉൾക്കൊള്ളണം. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒരു രാജ്യത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടങ്ങുന്ന, അതായത് ലക്ഷക്കണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള്, പഞ്ചായത്തുകള്, പിന്നെ അതുപോലെ മുനിസിപ്പാലിറ്റികള്, ഇതെല്ലാം നഗരസഭകള്, ഇതെല്ലാം ഉയരുന്ന ഒരു രാജ്യത്തിന്റെ എല്ലാത്തിൻ്റെയും കൂടി ഭരണകൂടമാണ് കേന്ദ്ര ഗവൺമെന്റ് എങ്കിൽ, സംസ്ഥാന ഗവൺമെന്റ് ആ സംസ്ഥാനത്തിന്റെ പരിധിയിലുള്ളവയുടെ ഭരണകൂടമാണ് എങ്കിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവയുടെ കീഴിലുള്ള നിശ്ചിതമായ വ്യക്തികളുടെ, അതായത് ഒരു സംസ്ഥാനത്തിനുള്ളതുപോലെയുള്ള അതേ അധികാരങ്ങൾ തന്നെയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലുള്ളവയുടെ മേൽ അവയ്ക്കുമുള്ള അധികാരം. അപ്പോ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ
തെരഞ്ഞെടുക്കപ്പെടുന്നവര് പിന്നെ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരെക്കാൾ താഴെയല്ലേ? അതുപോലെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്നവരെ പിന്നെ താഴെയല്ലേ? ഒരു കാരണവശാലും ഇവരെ 3 തട്ടിൽ നമുക്ക് നിർത്താൻ പറ്റുകയില്ല. 3 തട്ടിലല്ല നിൽക്കേണ്ടത്, ഒരേ തട്ടിലാണ് അവർ നിൽക്കേണ്ടത്. കാരണം ഈ 3 ഭരണക്രമങ്ങളും, അതായത് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്, ഇത് 3ഉം ഒരുപോലെ ശക്തങ്ങളായ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഗവൺമെന്റുകളാണ്. അപ്പൊ ഈ ആരാണ് കൂടുതൽ അധികാരമുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ ആ കവറേജിന്റെ അർത്ഥത്തിൽ നമ്മൾ പറയും 940 പിന്നെ പഞ്ചായത്തുകളെയും ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് ആണ്. അപ്പൊ ആ ഗവൺമെന്റ് അല്ലേ ഓരോ പഞ്ചായത്തിനേക്കാൾ ശക്തം? ശരിയാണ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുൻപിൽ ഈ പറയപ്പെട്ട ഭരണകൂടങ്ങളെല്ലാം ഒരുപോലെ ശക്തങ്ങളാണ്. മഹാത്മാഗാന്ധി വിഭാവന ചെയ്തതും അതുപോലെ സ്വയം പര്യാപ്തങ്ങളായ, കഴിയുമെങ്കിൽ സ്വയം പര്യാപ്തം, അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആകാം, പക്ഷേ ശക്തങ്ങളായ വില്ലേജ് സ്വരാജ് തന്നെയാണ് മഹാത്മാഗാന്ധി വിഭാവന ചെയ്തത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്നതും അങ്ങനെയുള്ള എന്താണ് സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ്. അപ്പൊ ആ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആണെങ്കിൽ അവിടുത്തെ കൗൺസിലർമാരും അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ നമ്മുടെ MLA-മാരും നമ്മുടെ MP-മാരും ഒക്കെ തന്നെ തമ്മിൽ ഒരുപോലെ കൈകോർക്കേണ്ട സ്ഥാനപതികൾ തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം എന്താണ് ഈ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, അവരവരുടെ ഭരണ ചുമതല സ്വയറിംഗ് ഒക്കെ കഴിഞ്ഞ് ചുമതല ഏറ്റെടുത്ത് ഭരണം നടത്തേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ അതായത് ആദ്യം തന്നെ ഓർക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരുന്ന 28 അധികാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് നടത്തപ്പെടേണ്ടത്, അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഈ എലക്ട് ചെയ്യപ്പെട്ടവർക്ക് അതിൽ വെച്ച് പഠനമുണ്ട്. പക്ഷെ ആ പഠനമൊക്കെ അർത്ഥവത്തായി നടത്തുന്നുണ്ടോ, ഭരണം അർത്ഥവത്തായി നടത്തുന്നുണ്ടോ എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നമുക്ക് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇവർക്ക് അതായത് നമ്മുടെ 25 മുതൽ 30% വരെ, അതായത് സംസ്ഥാന ബജറ്റ് ഫോം ചെയ്യുമ്പോൾ അതിന്റെ പദ്ധതി വിഹിതത്തിന്റെ 25-30%, അത് ഡിപ്പെൻസ് ഓരോ ബജറ്റിലും, അതായത് 25% മുതൽ 30% വരെ, അത് 40% വരെ കൊടുത്തിരുന്ന സമയവുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെക്കണം, കൊടുക്കണം എന്നാണ് പിന്നെ ഈ കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് കൃത്യമായി ചോദിച്ചു വാങ്ങുന്നതിനും അത് കൃത്യമായി ഏതേത് മേഖലകളിലേക്കാണ് ചെലവഴിക്കേണ്ടത് എന്നതിന്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കേണ്ടതും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആണ്. അപ്പോൾ ഈ ഫണ്ട് ചോദിച്ചു വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ പോലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്ന കാര്യം വിസ്മരിക്കേണ്ട. അതായത് ഈ കഴിഞ്ഞ വർഷം 2025-26 വർഷം എന്താണ് സംഭവിച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 30% ഫണ്ട് മാറ്റിവെക്കുന്നു, വകകൊള്ളിക്കുന്നു ബജറ്റിൽ. പക്ഷേ ഡിസംബറിന് മുൻപ് തന്നെ, അതായത് കഴിഞ്ഞ വർഷത്തെ 2024 25 മുമ്പ് തന്നെ ഗവൺമെന്റ് ഡിക്ലയർ ചെയ്യുന്നു, 2024 ഡിസംബറിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ഡിക്ലയർ ചെയ്യുന്നു 50% പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു ഈ ഫിസ്ക്കൽ ക്രൈസിസ് കാരണം. അപ്പൊ പിന്നെ എന്താ, 50% പിന്നെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം കിട്ടുക. 50% നിന്ന് പിന്നെയും വെട്ടിക്കുറച്ചു, 33% പദ്ധതിയുടെ ചെലവഴിക്കൽ എന്നാണ് പിൽക്കാലത്ത് പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത. എന്തായാലും അങ്ങനെ വെട്ടിക്കുറച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് ഗവൺമെന്റിന്റെ കാര്യക്ഷമതയെ ആശ്രയിച്ചിരിക്കും. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് കാര്യക്ഷമമല്ല എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ പദ്ധതി വിഹിതം പോലും കിട്ടാതെ വന്നാല്
അവർക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പൊ ഏതൊക്കെ മാർഗങ്ങളാണ് അവർക്കും റവന്യൂ സമാഹരിക്കാനുള്ള സാധ്യതകളുണ്ട്, സോഴ്സസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ സോഴ്സസിലാണ് റവന്യൂ സമാഹരിക്കാൻ പറ്റുക, അത് കൃത്യമായിട്ട് പഠിച്ച്, കിലായിൽ പോയി പഠിപ്പിക്കുമ്പോൾ അതനുസരിച്ച് പഠിച്ച് ആ റവന്യൂ കളക്ഷൻ, അതായത് അവനവന്റെ അധികാര പരിധിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാവുന്ന റവന്യൂ ഏതൊക്കെയാണ് അത് കൃത്യമായി പിരിച്ചെടുക്കുക. അതിൽ വർധനവ് വരുത്താൻ സാധ്യതയുള്ളിടത്ത് വർധനവ് വരുത്തുക. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ക്വാറി മാഫിയ എന്ന് ഒക്കെ നമ്മൾ പറയുമല്ലോ, ക്വാറികളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് ക്വാറിയിങ്ങിന് വിട്ടുകൊടുക്കുക, പെർമിഷൻ കൊടുക്കുക. അപ്പോൾ അതൊക്കെ നല്ല വണ്ണം പരിശോധിച്ച് സ്വന്തം പോക്കറ്റ് കനക്കുകയല്ല, എന്റെ തദ്ദേശ സ്വയംഭരണ എന്റെ മേഖല വികസിക്കുകയും വളരുകയുമാണ് വേണ്ടത് എന്ന സംശുദ്ധമായ ഭരണ ആഗ്രഹം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ കല്ലും വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വരുമാനമായി മാറും. അത് മാത്രവുമല്ല, കല്ല് വെട്ടി വിൽക്കുന്നത് എത്രയാ, അല്ല കൃത്യമായ പാസോട് കൂടി ഒരു ഒരു പാസിന് ഒരു ലോഡ് കല്ല്, ഈ തരത്തിൽ പാസ് വെച്ച് കൃത്യതയോടുകൂടി കല്ല് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നല്ല വരുമാന മാർഗമാണ്. പിന്നെ അവരുടെ പരിധിയിൽപ്പെട്ട ഫോറസ്റ്റ് റിസോഴ്സസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വരുമാന മാർഗങ്ങളാണ്. എന്റർടൈൻമെന്റ് ടാക്സ് അവർക്ക് പിരിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ എന്റർടൈൻമെന്റ് ടാക്സ് പിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലാണ്, ഈ തരത്തിൽ തന്റെ അധികാര പരിധിയിലുള്ള വരുമാന സമാഹരണം എങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഭരണത്തിലുള്ളവരും അത് കൃത്യമായി കളക്ട് ചെയ്യാനായിട്ട് നോക്കുക. അത് എന്നിട്ട് പ്രയോറിറ്റി അനുസരിച്ച് ഏതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചു വേണം അത് എങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഒന്നാമത്തെ പ്രയോറിറ്റി, ഉദാഹരണത്തിന് നമ്മൾ പാരിസ്ഥിതികമായൊക്കെ കേരളം വളരെ ബുദ്ധിമുട്ടിലായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമുക്കറിയാം നമ്മുടെ മലീമസമായ ജലസ്രോതസ്സുകൾ, അതുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും പലതരം പകർച്ചവ്യാധികൾ, പുതിയ പുതിയ പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം കള്ളിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷിപ്പനി മൂലം വലിയ തോതിലുള്ള, അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതുപോലെ എല്ലാ തരം ഇത്തരം രോഗങ്ങള് നമ്മുടെ മലീമസമായ ചുറ്റുപാടുകൾ മൂലം അപ്പോ ഒന്നാമത്തെ പ്രയോറിറ്റി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊടുക്കേണ്ടത് അത് അവരുടെ ആ ഏരിയ എങ്ങനെയുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ജലമലിനീകരണം വലിയ തോതിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതായത് നല്ല ഈ പറയപ്പെട്ട സാഹചര്യങ്ങളെ, എൻവയൺമെന്റിനെ സസ്റ്റൈനബിൾ ആക്കി മാറ്റുന്നതിന് സഹായകമായ രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളുക. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമുക്കറിയാം ഇപ്പോഴൊക്കെ പത്രങ്ങളിൽ ഹെഡിങ് പിടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് റോഡ് അപകടങ്ങൾ മൂലം നഷ്ടപ്പെടുന്ന ജീവനുകളെ പറ്റിയാണ്. അപ്പൊ ഈ റോഡുകൾ നന്നായി വരിക, അവനവന്റെ ഇതിന്റെ കീഴിലുള്ള റോഡുകൾ, പാലങ്ങൾ എന്നിവയൊക്കെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം എങ്ങനെ വികസിപ്പിക്കണം, അതിന് വലിയ പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും അടിസ്ഥാന സൗകര്യം, അതും അടിസ്ഥാന സൗകര്യ ഗണത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതിന് എങ്ങനെ മുൻതൂക്കം കൊടുക്കാം, അങ്ങനെയൊക്കെ പ്രയോറിറ്റി വെച്ച് വേണം ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്താൻ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ പ്രയോറിറ്റി ഒക്കെ നിശ്ചയിക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം, അതായത് എനിക്ക് ഓർമ്മയുണ്ട് മന്ത്രി രാജീവ് ധനമന്ത്രി ആയ വർഷം മുതൽ പറയാൻ തുടങ്ങിയതാണ് സ്റ്റാർട്ടപ്പ് സംസ്കാരം ക്യാമ്പസുകളിൽ കൊണ്ടുവരണമെന്ന്. പക്ഷെ ഇതുവരെ ഏതെങ്കിലും ക്യാമ്പസിൽ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസുകളിൽ പോകാറുണ്ട്, MBA കോളേജ് ക്യാമ്പസുകളിൽ പോകാറുണ്ട്, ഇവിടെ എങ്ങും ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ വളർന്നു വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ മന്ത്രി പ്രസംഗിക്കുന്നു, അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ക്യാമ്പസുകൾക്കുണ്ട് ആ കടമ. അപ്പോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ ഉള്ളത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാം. നമ്മുടെ പത്രങ്ങൾ,
മനോരമ, മാതൃഭൂമിയൊക്കെ അവരവരുടെ പരിധിക്കകത്ത് തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പല കർമ്മങ്ങളും ഉണ്ട്, കർമ്മ പരിപാടികളും ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് തന്നെ, അതുപോലെ ഇവിടെ നല്ല കുടുംബശ്രീ, ലോകത്തെ ഏറ്റവും മികച്ച കുടുംബശ്രീ പ്രവർത്തനം നടക്കുന്ന, മൈക്രോ എന്റർപ്രൈസസ് പ്രവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഒരു വലിയ പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിനെ പറ്റി ഞാൻ നടത്തിയതാണ്. 5 ജില്ലകളിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിനെ ഞാൻ സ്വയം നടന്നു പോയി കണ്ടതാണ്. കാറിലാണേ പോയത്, പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങണമല്ലോ. അങ്ങനെ വളരെ കൃത്യതയോടെ അവരെങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു, അവർ ടെക്നോളജിക്കലി സസ്റ്റൈനബിൾ ആണോ, അവർക്ക് ലാഭമുണ്ടോ, അവർക്ക് എന്തുമാത്രം വരുമാനമുണ്ട്, ഇത്തരം എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് എനിക്കറിയാം ക്യാമ്പസുകളില്, അതായത് ഈ പറയപ്പെട്ട കുടുംബശ്രീയിലെ വനിതകളൊക്കെ പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകളാണ്. അവർ വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരല്ല. അവർക്ക് നേടാൻ കഴിയുന്നത് നമ്മുടെ ക്യാമ്പസുകൾക്ക് നേടാൻ കഴിയില്ല എന്ന് പറയുന്നത് നാണക്കേടാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഓരോ സ്ഥാപനവും അവനവന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് സ്കൂളുകളാകട്ടെ, എഞ്ചിനീയറിംഗ് കോളേജുകളാകട്ടെ, ഏതുമാകട്ടെ, മെഡിക്കൽ കോളേജ് ആകട്ടെ, മെഡിക്കൽ കോളേജിനെയും ഒരു വരച്ച് അതിനകത്ത് നിർത്താം. എങ്ങനെയാന്ന് വെച്ചാല് അവർ ആ ബയോമെഡിസിൻ രംഗത്തൊക്കെ എന്തുമാത്രം കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ, എന്തുമാത്രം പര്യവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും വേണമെന്ന് വെച്ചാൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉദ്ദേശശുദ്ധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകണം. അവനവന്റെ അധികാര പരിധിയിൽപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ശക്തിപ്പെടുത്തണമെന്ന്, അവയെ ഒക്കെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റണമെന്ന് ഒക്കെയുള്ള ആ നല്ല ചിന്താഗതി ഉണ്ട് എങ്കിൽ അവര് വരുമാനമായി കിട്ടുന്ന ഓരോ പൈസയും പ്രൊഡക്റ്റീവായിട്ട്, ഉൽപാദനക്ഷമമായിട്ട് തന്നെ ചെലവഴിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്റെ തദ്ദേശ സ്വയംഭരണ, തന്റെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ ഒരു മാതൃക, ഒരു മോഡൽ സ്ഥാപനമാക്കി മാറ്റണം എന്ന നല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്നതാകുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നാടിന്റെ സ്വപ്നത്തിന്റെ സാരഥികളായിട്ട് മാറണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായത് ജനങ്ങൾ വില്ലേജ് സ്വരാജ് എന്ന ആ സ്വപ്നം മഹാത്മാഗാന്ധി കാണുന്നത് തന്നെ ആ വില്ലേജിലുള്ള ഓരോരുത്തരും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരായി മാറുന്നതാണ്. ഓരോ ഗ്രാമത്തിലും അവർക്ക് അവിടുത്തെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള തൊഴിൽ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്രോപ്പിംഗ് പാറ്റേൺ തന്നെ നോക്കിയാൽ മതി. ജാക്ക് ഫ്രൂട്ട് വിപ്ലവം, അതായത് ചക്ക വിപ്ലവം എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം എഴുതിയ ഗ്രന്ഥകാരൻ, അദ്ദേഹം ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിപണനം ചെയ്യാമെന്ന് കൃത്യമായിട്ട് അതിൽ വ്യവഹരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോക്കനട്ട് കൊണ്ട്, അതുപോലെ മാംഗോ, നമ്മുടെ സ്പൈസസ് എടുക്കുക, നമ്മുടെ എന്താണ് പറയുക, പിന്നെ കോഫി, ടീ, ഇതൊക്കെ ഈ പറയപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും 100 തരം മറ്റു ഉൽപ്പന്നങ്ങളാക്കി ഡൈവേഴ്സിഫൈ ചെയ്ത് ലോകത്തിന്റെ എല്ലാ കോണിലും എത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, കുറച്ചു പണം, കുറച്ചു സമയം അതിൽ ചെലവഴിക്കണം. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്നവർ മനസ്സിൽ തീരുമാനിക്കുക, ഞാൻ എൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അതിലെ ഏറ്റവും മികച്ച സ്ഥാപനമാക്കി മാറ്റും എന്ന് വിചാരിക്കുക. എന്നിട്ട് വേണം ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതായത് ക്യാമ്പസുകളിൽ തുടങ്ങി അതുപോലെ കുടുംബശ്രീ മൈക്രോ, അവരുടെ ഒക്കെ സഹായം കിട്ടുമല്ലോ. അങ്ങനെ ഏതൊക്കെ സോഴ്സിൽ നിന്ന് സഹായം കിട്ടുമോ അതിൽ നിന്നൊക്കെ സഹായം എടുത്ത് ഓരോ ക്യാമ്പസിലും ഇന്റേൺഷിപ്പിന് അവസരം ഉണ്ടാക്കുക. അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും വലിയ വ്യവസായികളായി മാറണ്ട. അവരിൽ ചിലര് ഒരു ടാറ്റ ഉണ്ടായി എന്ന് വരട്ടെ, ഒരു ബിർള ഉണ്ടായി എന്ന് വരട്ടെ, ഒരു അദാനി ഉണ്ടായി എന്ന് വരട്ടെ. അപ്പൊ അവരിൽ നിന്ന് ധാരാളം പേർ തൊഴിൽ നേടി ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ എത്തിപ്പെടും. അതായിരിക്കണം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവിടെ തൊഴിലില്ലായ്മ കൊണ്ട് മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും ഒക്കെ ഊളിയിട്ടിറങ്ങുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടാകാൻ പാടില്ല.
അവരെ ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ ബ്രെയിൻ ഡ്രെയിൻ, ഇന്ത്യക്ക് വെളിയിലേക്ക് ബാങ്ക് വായ്പ എടുത്ത് പോകാൻ ഇടവരരുത്. ഈ നാട്ടിൽ തന്നെ മാന്യമായ തൊഴിൽ കണ്ടെത്താൻ അവർക്ക് കഴിയണം. ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം, ഞാനൊരു വ്യവസായിയായി മാറും എന്നൊക്കെ തോന്നത്തക്ക രീതിയിലുള്ള സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഈ പറയപ്പെട്ട അതായത് ഈ ഭരണകൂടത്തിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ അപ്പോൾ അവര് ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ പെട്ടെന്ന് 5 വർഷം കൊണ്ട് തീരുന്ന പദ്ധതികൾ, അല്ലെങ്കിൽ രണ്ടു വർഷമൊക്കെ വെച്ച് ഭരണം പങ്കിടുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പരിപാടി അത് തന്നെ, ആ ഷെയറിങ് തന്നെ അൺപ്രൊഡക്റ്റീവ് ആണ്. പക്ഷെ അങ്ങനെയുള്ളിടത്ത് എവിടെയാണെങ്കിൽ തന്നെയും 1 വർഷത്തേക്കാണ് ഭരണം കയ്യിലിരിക്കുന്നത് എങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതിയെ പറ്റി ആലോചിക്കുമ്പോൾ അതൊരു ദീർഘകാല പദ്ധതിയായിരിക്കണം. ആ ദീർഘകാല പദ്ധതിക്ക് വേണ്ടത്ര റൂട്ട്സ്, വേരുകൾ സൃഷ്ടിച്ചാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തനിക്ക് പിന്നാലെ വരുന്നവർ ആ പദ്ധതിയുമായി മുന്നേറും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കത്തക്ക ദീർഘകാല പദ്ധതികളിലേക്ക് ചിന്തകൾ ചെല്ലാനും അത്തരം പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും ഇവർക്ക് കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് 60+ ആയിട്ടുള്ള പോപ്പുലേഷൻ. നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം 20% വരും ഈ 60+, 60-ന് മുകളിൽ പ്രായമുള്ളവരുടെ സംഖ്യ. അപ്പൊ ഈ 60+ ഇവരെല്ലാവരും ഇപ്പൊ നമ്മൾ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനൊക്കെ, അതിലെ പാവങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനൊക്കെ കൊടുത്ത് ഇവരെ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കുക. അങ്ങനെയല്ല. 60+ പോപ്പുലേഷൻ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് അമേരിക്കയിലൊക്കെയുള്ള ഏജിങ് സ്റ്റഡി സെന്റേഴ്സ് ഒക്കെ നടത്തിയ പഠനങ്ങളുടെ ഫലമായിട്ട് അവർ പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ 60 വയസ്സിലുള്ളവരെ 50-ലേക്ക് കൊണ്ടുവരാം, 70 ഉള്ളവരെ 60-ലേക്ക്, 80 ഉള്ളവരെ 70-ലേക്ക്, അങ്ങനെ പ്രായം കുറച്ചു കൊണ്ടുവരാൻ കഴിയും. എങ്ങനെ? അവരുടെ ആഹാര രീതിയിലൊക്കെ മാറ്റം വരുത്തുക. നമ്മളിപ്പോ കാണുന്ന പോലെ ആരും നോക്കാനും അന്വേഷിക്കാനും ഒന്നുമില്ല, എന്നാ പിന്നെ സ്വിഗ്ഗി വഴി, സൊമാറ്റോ വഴി പൈസ ഉണ്ടല്ലോ, റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, അതായത് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് എല്ലാ ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ട, പോഷകങ്ങൾ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കഴിച്ച് ജീവിച്ചോട്ടെ. ആ തരത്തിലല്ല ചിന്തിക്കേണ്ടത്. പോഷക സമൃദ്ധമായ വളരെ കുറച്ച് അവരുടെ ആവശ്യത്തിന് മാത്രം ആഹാരം കഴിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, അതിനവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതിലേക്ക് അവരെ കൊണ്ടുവരിക. അവർക്ക് വേണ്ട, അതായത് അവർ തന്നെ തീരുമാനിക്കണം അവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ, അവർക്ക് കൊടുക്കേണ്ട ചിന്തകൾ എങ്ങനെയാണ്. നിങ്ങൾ വെറുതെ ഇരുന്ന്, അതായത് പിന്നെ ഞങ്ങൾ പ്രായമായി പോയി എന്നും പറഞ്ഞ് 60 വയസ്സ് മുതൽ ചുമ്മാ കുത്തിയിരിക്കുകയല്ല വേണ്ടത്. പറ്റുന്ന കാര്യങ്ങൾ, അവനവന്റെ പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക, വീട്ടിലെ കാര്യങ്ങൾ തനിയെ ചെയ്യുക, എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ. അങ്ങനെ ആഹാരത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മുടെ അതായത് ഞാൻ ഒരു ഉദാഹരണം ഓർക്കുകയാണ്. എൻ്റെ മൂത്ത മകൻ, അവർ അമേരിക്കയിലാണ്. അപ്പൊ അവന്റെ ആ മൂത്ത കുട്ടി ഉണ്ടായപ്പോൾ എൻ്റെ മരുമകള് ഡോക്ടറോട് ചോദിച്ചു, പീഡിയാട്രീഷ്യനോട് ചോദിച്ചു, എന്ത് ഫുഡാണ് എൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ടത് എന്ന്. അങ്ങനെ അത് കുറച്ച് പ്രീമച്യൂർ ആയിരുന്നു കൊച്ച്. അപ്പൊ പറഞ്ഞു, ഗോ ടു യുവർ ഗ്രാൻഡ് മദേഴ്സ് കിച്ചൺ. നീ നിന്റെ വല്യമ്മയുടെ കിച്ചണിലേക്ക് പോകാൻ കുഞ്ഞിനെയും കൊണ്ട്. അതായത് നമ്മുടെ വല്യമ്മമാര് പുട്ട്, കടല, നമുക്കറിയാം, പുട്ട്, പഴം, അപ്പം, കറി, ഈ തരത്തിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫുഡ്, അതൊക്കെ അന്നന്ന് ഉണ്ടാക്കുന്ന ഫുഡ്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്. അതാണ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഗ്രാൻഡ് മദർ, നമ്മുടെ പേരൻസ് നമ്മളെ ഒക്കെ കഴിപ്പിച്ചിരുന്നത്. അതിന്റെ ആരോഗ്യവും അതിന്റെ ബുദ്ധിയും ഒക്കെയാണ് നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ആ ഡോക്ടറെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെ വളർത്തുന്ന ആ മക്കളെ ഞാൻ കാണുന്നുണ്ട്. അവര് നല്ല മിടുക്കരായിട്ടിരിക്കുകയാണ്. 2 ആൺകുട്ടികൾ, എൻ്റെ മകന്റെ 2 ആൺകുട്ടികൾ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, അതുപോലെ നമുക്ക്, അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നിരിക്കുന്നവര് അവനവന്റെ അധികാര പരിധിയിലുള്ളവർക്ക് എക്സർസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതായത് സ്റ്റേഡിയം ഉണ്ടെങ്കിൽ ആ സ്റ്റേഡിയത്തിലേക്ക് പ്രായമായവർക്ക് വന്ന്, മലപ്പുറം ജില്ലയിലൊക്കെ അങ്ങനെ എക്സർസൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് എക്സർസൈസ് ചെയ്യാന്, ഒന്ന് കൂടിയിരുന്ന് സംസാരിക്കാന്,
അതൊക്കെ ഇടവേളകളിൽ എപ്പോഴും കൂടിയിരുന്ന് സംസാരിക്കുകയല്ല, അങ്ങനെ 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 എന്തൊക്കെ നമ്മുടെ സമൂഹത്തെ ഒരു സെൽഫ് സഫിഷ്യന്റ് ആക്കി മാറ്റാൻ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ പൂർണ്ണ സെൽഫ് സഫിഷ്യൻസി പറ്റത്തില്ല. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ആകുന്നത്ര കാര്യങ്ങളില് സ്വയം പര്യാപ്തമാകാൻ തക്ക പരുവത്തില് നാം ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ 60+ പോപ്പുലേഷന്റെ ഒരു ബേർഡൻ ആകാതെ കേരളത്തിലെ അവരൊരു ബേർഡൻ ആർക്കും പറ്റും. ഇവിടെ ലോഞ്ചിവിറ്റിയും കൂടുതലാണ് കേരളത്തില്. സ്ത്രീകൾക്ക് 78 വയസ്സും പുരുഷന്മാർക്ക് 74 വയസ്സുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് കുറഞ്ഞ പ്രായവും സ്ത്രീകൾക്ക് കൂടിയ പ്രായവും ജീവിച്ചിരിക്കുന്നത്? കാരണം സ്ത്രീകള് കൂടുതൽ എപ്പോഴും തന്നെ ഏത് പ്രായത്തിലും അവരുടെ ഗാർഹിക എന്താണ് പറയുക ഉത്തരവാദിത്തങ്ങളിൽ പെട്ട് അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അധ്വാനിക്കുന്നതുകൊണ്ട് അവർക്ക് ദീർഘായുസ് കൂടുന്നു. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കണം. അത് തന്നെ ഒരു വലിയ ലെസണാണ്. എങ്ങനെ നമ്മുടെ ദീർഘായുസ് വർദ്ധിപ്പിക്കാം, എങ്ങനെ ആരോഗ്യപരമായിട്ട് വർദ്ധിപ്പിക്കാം. വെറുതെ വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കത്തക്ക രീതിയിൽ ഈ 60+ പോപ്പുലേഷനെ എങ്ങനെ അതിന് ഒരു ഉയർന്ന ഊന്നൽ നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻപോട്ട് പോകണം. കാരണം അത് നമ്മുടെ കേരളത്തിലെ ഓൾ ഇന്ത്യ തലത്തിലെ 8% ഉള്ളൂ 60+ പോപ്പുലേഷൻ. പക്ഷെ കേരളത്തിൽ അത് 18% 60+ പോപ്പുലേഷൻ. അത് അടുത്ത സെൻസസ് വരുമ്പോൾ 2011 സെൻസസ് അനുസരിച്ചുള്ള കണക്കായി ഈ പറയുന്നത്. 2021 സെൻസസ് നടന്നില്ല. ഇനി 2028 അല്ലെങ്കിൽ 31 സെൻസസ് നടക്കുമ്പോഴേക്കും ഈ പെർസെൻറ്റേജ് ഒരുപാട് കൂടിയെന്ന് വരാം. പക്ഷെ എന്തായാലും അവരെ അവെയർ ആക്കണം. നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യകരമായ ജീവിതം സാധ്യമാണ്, കൂടുതൽ കാലം ജീവിച്ചിരിക്കാനും സാധ്യമാണ്. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി കോഓപ്പറേറ്റീവ് ആകണം ഇത്തരം കാര്യങ്ങളിൽ. അതായത് സ്വന്തം ആരോഗ്യം നിലനിർത്തുന്ന കാര്യത്തില്, കഴിക്കുന്ന ആഹാരം എന്തായിരിക്കണം എന്ന കാര്യത്തില് ഒക്കെ കുറച്ചും കൂടി കണിശം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സുഖപ്രദമായി കൂടുതൽ കാലം ജീവിക്കാമെന്ന ഒരു ലെസൺ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം. പിന്നെ നമുക്കിവിടെ വളരെ പ്രധാനമായ മറ്റൊരു ഇഷ്യൂ, അതായത് പരിസ്ഥിതിയെ പറ്റി പറഞ്ഞു എങ്കിൽ പോലും ഖരമാലിന്യ നിർമ്മാർജ്ജനം അതിവിടെ വലിയൊരു ഇഷ്യൂ ആണ് കേരളത്തില്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതാണ്. ടൂറിസ്റ്റുകൾ തന്നെ മടങ്ങി തിരിച്ചു പോകരുത്, മടിച്ചു തിരിച്ചു പോകരുത്. അങ്ങനെ ഖരമാലിന്യ നിർമ്മാർജ്ജനം വളരെ ഹൈ പ്രയോറിറ്റിയോട് കൂടി തന്നെ നടത്തേണ്ടതാണ്. അപ്പൊ അതിനും വലിയ പ്രയോറിറ്റി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കണം. അങ്ങനെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആരംഭം മുതലേ, അതായത് ഒരു കൈമേയ് കോർത്ത് മുന്നോട്ട് പോകും എന്ന തരത്തില് തീരുമാനങ്ങൾ എടുത്ത് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഐഡിയാസ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന്, ആരുടെയെങ്കിലും ഒരാളുടെ മാത്രം ഐഡിയ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാതെ എല്ലാവരും കൂടി ഇരുന്ന് വളരെ നല്ല നല്ല ഐഡിയാസ് വരും. കാരണമല്ല നമ്മുടെ പത്രങ്ങളും ഒക്കെ അങ്ങനെ കാണിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ കിൻഡർ ഗാർട്ടൻ പോലും ഒരുപാട് മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കിൻഡർ ഗാർട്ടൻ പോലും കുഞ്ഞു കുട്ടികളെ നോക്കുന്ന കിൻഡർ ഗാർട്ടൻ പോലും. അപ്പൊ ആ കിൻഡർ ഗാർട്ടൻ തൊട്ട് മുകളിൽ വരെയുള്ള എല്ലാ മാറ്റങ്ങളും എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് വേണം നടപ്പാക്കാൻ. അങ്ങനെ നടപ്പാക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകട്ടെ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ 21 വയസ്സുള്ള ദിയ പുളിക്കക്കണ്ടം, അവരെ പോലെയുള്ള അവരൊക്കെ നല്ല അതായത് ആ കുട്ടി നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടിയായിട്ടാണ് കണ്ടത്. അങ്ങനെയുള്ള ദിയ പുളിക്കക്കണ്ടം പോലെയുള്ളവരെ 21 വയസ്സല്ലേ ഉള്ളൂ എന്നുള്ളതും അവരൊക്കെ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ കാണും. ആ ആശയങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ഇപ്പൊ എന്താ പറയുക, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എടുക്കുന്ന തീരുമാനം ബാക്കി എല്ലാവർക്കും അത് കൊള്ളാവുന്ന തീരുമാനം എന്ന് തോന്നുന്നെങ്കിൽ എല്ലായിടത്തും അത് അംഗീകരിക്കാവുന്നതാണ്. അങ്ങനെ ഒരു തോളോട് തോൾ ചേർന്ന്, അതായത് ഇപ്പൊ UDF-ന്റേത് LDF-ന്റേത് എന്നോ അല്ലെങ്കിൽ BJP-യുടേത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ സംസ്ഥാനമാണ്, ഇത് നമ്മുടെ ജനതയാണ്, ഇത് നമ്മുടെ ഭരണമാണ് എന്ന് വിചാരിച്ച് എല്ലാവരും ഒത്തുചേർന്ന് നിന്ന് ഒരു തല കൊണ്ട് ചിന്തിക്കുന്നത് പോലെ എല്ലാ തലങ്ങളും ഒത്തുചേർന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം. അപ്പോ അതിനകത്ത് അതായത് അടുത്ത 5 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കേരളത്തിന്റെ
ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവയ്ക്ക് കൊടുക്കാനുള്ള സാധ്യതകൾ, അവ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ വളർത്തിയെടുത്തത്, അവയുടെ ഖരമാലിന്യ നിർമ്മാർജ്ജനം വളരെ നന്നായി നടത്തുന്നത്, അവരുടെ പരിസ്ഥിതി മലിനീകരണം ഇല്ലാതെയാക്കുന്നത്, അവരുടെ COP30 വഴി പറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ അന്തരീക്ഷ ഊഷ്മാവ് കുറച്ചു കൊണ്ടുവരുന്നത്, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ശക്തി പ്രാപിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമാറാകട്ടെ.